ചില ഇംഗ്ലീഷിൽ മിസ്റ്റേക്ക് ആക്കി എഴുതിയത് എവിടെയെങ്കിലും അതിൽ അർത്ഥം അത് ഒബീഡിയൻസ് ആയിരിക്കും. ആ ഒബീഡിയൻസ്, ആ അനുസരണരെ നിങ്ങൾ എന്താക്കണ്ട, ധിക്കാരത്തേക്ക് ഇത് പരിവർത്തനാക്കണം. ഇഫ്താർ ഇബാദത്ത്. ആ ഇഫ്താർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ജീവനം നിങ്ങളെ ഇടീ നാളെ നോമ്പ് നിങ്ങളെ പെണിയായി തിന്ന് പെണിയ അതെല്ലാം ഫോണാക്കി ചൊല്ലുമ്പോൾ വിഷയം. ആ ഇഫ്താർക്ക് വേണ്ടിയിട്ട് ഇടീ നാളെ സ്പെൻഡ് ആക്കുന്നതായ ഒരു സ്വഭാവം ഉണ്ടായിരുന്ന ഒന്നും. പിന്നെ അവിടെ ഉണ്ടാവുന്നതായ ഒരു ക്വസ്റ്റ്യൻ നോമ്പ് തുറക്കും. ആ നോമ്പ് തുറക്കുമുള്ളതായ ക്വസ്റ്റ്യൻ റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്രത്തോളം രണ്ടുപേര് ബ്ലോക്ക് ആക്കി വെച്ചത്. ഇപ്പ കൊരനാളത്തിൽ നിനക്ക് എന്താക്കുക, അള്ളാഹു ആ ബ്ലോക്കറെ വിട്ട് തണ്ടാ അതൊരു ക്വസ്റ്റ്യൻ തന്നെ പിടിക്കല്. എന്തൊരു ഭാഗവും ആ തന്നെ പിടിക്കല്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയതായ ആഹാരം ഇപ്പൊ തിന്നല്. പസി എന്തൊരു പസി. അള്ളാഹുട്ടിക്ക് ശുക്ർ ചെയ്യുന്ന സന്ദർഭം ഇതേ ഒരു കുസി റബ്ബറെ കാണുന്നുണ്ടാവും. നോമ്പുകാരക്ക് രണ്ട് നമ്മളുള്ളത് കുസിയുണ്ട്. അവൻ നോമ്പെടുക്കുമ്പോ നോമ്പ് ഇഫ്താർ എടുക്കുമ്പോ അവർക്ക് എന്താവും, അത് കുസിയാവും. അതേപോലെ തന്റെ റബ്ബറെ കാണുമ്പോ തന്റെ റബ്ബിനെ അവൻ കാണുമ്പോൾ ആ നോമ്പുകാരൻ ഇത് അള്ളാഹുവിനെ കണ്ടുപിട്ടിയതായ സന്ദർഭം, നോമ്പുകാരനെ ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചതായ സന്ദർഭം. ആ സന്ദർഭം ഉണ്ടാകുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ എങ്ങനെ സ്വീകരിക്കണം ചെന്നുണ്ടെങ്കിൽ ആ സ്വീകാരത്തെ കണ്ടെത്തി നമുക്ക് റബ്ബിനെ കാണുമ്പോൾ കുറിച്ച് ഉണ്ടാവുക ചൊല്ലുന്നത് ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതേ ദിക്റ് അവന്റെ താരിഫാക്കും. നക്ക് വേണ്ടി തെറ്റിക്കര് അവൻ അവന്റെ ആഹാരം വിട്ടു, നക്ക് വേണ്ടി തെറ്റിക്കര് അവൻ അവന്റെ കുടിക്കുന്നത് വിട്ടു, അവന്റെ തടിന് ആസര വിട്ടു, നക്ക് വേണ്ടി തെറ്റിക്കര് ചുന്തരത്തി അത് കെത്തിക്കര അവനക്ക് വേണ്ടി നാല് പ്രതിഫലം കൊടുക്കുക. അല്ലാവില്ല എല്ലാത്തും പ്രതിഫലം കൊടുക്കല് അല്ലെ, അല്ലാഹല്ലേ പ്രതിഫലം കൊടുക്കും. പിന്നെ പ്രത്യേകമായിട്ട് നാല് പ്രതിഫലം കൊടുക്കുന്നുണ്ട്. നോമ്പ് നക്കുള്ളത് നോമ്പെടുக்கிறോ ഒരുക്കത് നോക്കറു അവനക്ക് എല്ലാ സന്ദർഭം തണ്ണി കുടിക്കുന്ന സന്ദർഭം ആറ് നോക്കുന്നത് ആ നോമ്പ് അവൻ ആ ജാഗ്രത തക്കുവ കൊണ്ട് തെറ്റി ആ തണ്ണി കുടിക്കാണ്ടിക്ക് പടച്ചോനെ വേണ്ടി തെറ്റി അവനക്ക് ആഹാരത്തിൽ നോക്കില്ല അവകാശം എത്തും അവന്റെ നോമ്പും അവനിതാഗ്രഹ റബ്ബ് സുബ്ഹാനഹു വ തആല വേണ്ടി ആഹാരത്തിന് അണിക്കും. അവന്റെ കൂടെ പെണ്ണായി ഉണ്ടായി ആ പെഞ്ഞാരൊട്ടികള് ലൈംഗികമായി ബന്ധപ്പെടുന്നതായ എല്ലാ അവസ്ഥകളും ആരും നോക്കുമല്ല അതും അള്ളാഹു അതായത് തഖ്വ പടിപ്പാട്ട് തിങ്കള് അത് ഹറാമല്ല ഞങ്ങൾ സലാമത്താക്കുള്ള തിങ്കള് ചെറുത് മനസ്സിലാക്കുള്ളൂ റബ്ബ് സുബ്ഹാനഹു വ തആല. പിന്നെ ഈ വിഷയത്തിൽ ഇത്ര ഞങ്ങൾക്ക് പടിപ്പാടി തന്ന അതേപോലെ അതേ അവസ്ഥയിൽ അള്ളാഹു ഏതൊരു ഉദ്ദേശം വെച്ചിട്ടാണ് ഇബാദത്ത് കൊടുത്തു ആ ഇബാദത്തിലെ അതേ അവസ്ഥയിൽ പാലനാക്കൂ ഓരോരുത്തരും പ്രയത്നാക്കണം. ഈ നോമ്പ് ചുന്തലത് സ്വബറെത്തിക്കും, നോമ്പ് ചുന്തലത് സ്വബറെത്തിക്കും. സ്വബറുക്കുള്ളതായ മൂർത്ത ರೂಪ സ്വബർ ചുന്തലത് കാലി ಬಾಯಿ ಚುಲಂಬ ಅದರ ಪ್ರಾಕ್ಟಿಕಲ್ ರೂಪ ಎಂದೈತಿಕ್ರಿ ನೋಂಬು. ಆ ನೋಂಬು ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲ ಆರಲ್ಲ ಅದರ ಪ್ರಕಾರವೇ ಅದರ ಪಾಲನೆ ಹಾಕ್ಯಾರ ಅವನ ವಿಷಯದಲ್ಲಿ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲ ಇನ್ನಮಾ ಯುವಫಸ್ ಸಾಬಿರೂನ ಅಜ್ರಹುಂ ಬಿಗೈರಿ ಹಿಸಾಬ್. ആരല്ല സ്വബർ അതിന്റെ മൂർത്ത രൂപത്തിൽ അവൻ പാലനാക്കിയാണ്, യഥാർത്ഥ രൂപത്തിൽ അവൻ പരിപൂർണമായ രൂപത്തിൽ സ്വബറിനെ പാലനാക്കിയാണ്. ആരല്ല സ്വാഭിനികളുള്ളത് അങ്ങനെ പ്രതിഫലം കയ്യും കണക്കില്ലാമാറ് അതൊരു എണ്ണ ഇല്ലാമാറ് കണക്കില്ലാമാറ് അല്ലാഹു സുബ്ഹാനഹു വ തആല ಅದಕ್ಕೆ പരിപൂർണമായും അതിനെ കാണാൻ യാരബി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം കൊടുക്കുക. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ട് ആരെങ്കിലും ഒരു നാല് നോമ്പ് പിടിച്ചിട്ടുണ്ടായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖത്തിൽ ഇത് നരകത്തെ എൽവോ മൈൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിന്റെ ഖരീഫ് എൽവോ ഖരീഫ് അവന്റെ മുഖത്തിൽ നിന്ന് നരകത്തെ ദൂരാക്കും. ഏത് നോമ്പ് വിഷയമുണ്ട് ഫർദായ നോമ്പ് വിഷയമല്ല, ഏത് നോമ്പും അത് അല്ലാഹുവിന്റെ പേരിൽ ഒരു നാല് നോമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കബൂലാക്കി ഇൻഷാ അല്ലാഹ്. നമുക്കൊരു മനുഷ്യന്മാർ എത്ര ആളുകൾ അങ്ങനെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു പ്രത്യേകമാക്കിയ എന്ത് നിങ്ങൾക്ക് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ പ്രത്യേകമാക്കിയ നോമ്പ് വന്നത് പിടിയിട്ടില്ല,
നോമ്പ് കഞ്ഞി പോയത് പിടിയത്തില്ലേ? റമദാൻ എത്ര മകലം ഒന്നും പാസ്സായത് നമുക്ക് എന്തു ബന്ധം ഉണ്ടായിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് പ്രത്യേകമാക്കിയ ചൊല്ലുന്നത് മനസ്സിലാക്കുള്ളൂ. അതേപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ റയ്യാൻ ചൊല്ലുന്ന ബായിലേക്ക് ഈ സ്വാമികളെ കുട്ടി പോകേണ്ട ചൊല്ലുന്നത്, അങ്ങനെ ബായിലേക്ക് സ്വർഗത്തിൽ എത്തുപാട്ട് ചൊല്ലുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു റയ്യാൻ ചൊല്ല് സ്വർഗത്ത് ബായിൽ കൂടെ പ്രവേശിക്കുകയുള്ളതായ ഒരു തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തരട്ടെ. അതേപോലെ ഈ റമദാനിലോ സ്വീകരിക്കുള്ളതായ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഇനി ഇൻഷാ അല്ലാഹ് നാളേക്ക് ഞങ്ങൾ റമദാനിലോ ഒന്നാമത്തെ നാളേക്ക് ഒരു നാൾക്ക് മുന്നോട്ട് ഞങ്ങളെ ഇതേപോലെ ഭേട്ടിയാവണമെന്ന് വിചാരിച്ചില്ല. ഇതേപോലത്തെ വിഷയമായി അത് ഞങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഖൈർ വിചാരിച്ചതാണ്. അപ്പൊ ഞങ്ങൾക്ക് കൂടിയല്ല റമദാന്റെ സ്വാഗതാക്കരെ എങ്ങനെ ചൊല്ലതായോ ഒരു മാറ്ററിലേക്ക് ചർച്ച സ്വാഗതാക്കരെ നാളെ ഒരേ ഷഹറുൽ ഖുർആൻ ഖുർആന്റെ തിങ്കൾ നോമ്പെടുക്കുന്ന തിങ്കൾ സുലൂക്കിയ ഷാബാനിലെ അതുകൊള്ളത് നോമ്പെടുക്കുന്നതായ ഒരു നിയത്ത് ഷാബാന്റെ പോണിഞ്ചിക്ക് മുന്നോട്ട് അങ്ങനത്തെ ഒരു അവകാശം ഞങ്ങൾക്ക് കിട്ടി തിന്നിട്ട് ആക്കി തിന്നിട്ട് അൽഹംദുലില്ലാ നിങ്ങൾ ചൊല്ലണം അൽഹംദുലില്ലാ അല്ലാഹു ശുക്ർ ചെയ്യൂ. ഇനി തിങ്കൾ റമദാന്റെ തിങ്കൾ ഖുർആന്റെ തിങ്കൾ തിലാവത്തുൽ ഖുർആന്റെ തിങ്കൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം ഇന്ത്യയിൽ പിന്നെ സുറാക്കാൻ ഖുർആൻ ഓതി തീർക്കും. ഒന്നാമത്തെ ജുസു പിന്നെ ഷാബ് പിന്നെ അങ്ങനെ അവരോട് നിങ്ങൾക്ക് എത്രപാട് അത്ര ഖുർആൻ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തിങ്കളും അള്ളാഹു എങ്ങനെ ഉദ്ദേശിച്ചാണ് അതേ ഉദ്ദേശപ്രകാരം ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്ക് തോഫീക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ ഒരുപാട് ടൈം എടുത്തേക്ക് ഞാൻ നിങ്ങൾക്ക് മാഫ് കേട്ടത് നന്ദിപ്പാട്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളോ ഈ ചെറിയ ഞങ്ങളുടെ ഇബാദത്തിലല്ല അതൊരു സ്വാലിഹായ അമലായിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അതേ കാരണത്തിൽ ഞങ്ങൾക്ക് തക്കതായ പ്രതിഫലം ഈ ദുനിയാവിലും ഞങ്ങൾക്ക് ആഫിയത്ത് തരട്ടെ, ആഖിറത്തിൽ അതിന് തക്കതായ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല തരട്ടെ. അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട നിലക്കുള്ളതായ വിശ്വാസം അഖീദും അതുപോലെ തന്നെ കർമ്മ ഞങ്ങളത് കറക്റ്റ് ആവുകയും അതിലെ സാലിഹാക്കും അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ ഇബാദത്തിക്ക് എന്ത് നമ്മത്തിലെ ഒരു കോട്ട സംഭവിക്കുന്നതിൽ നിന്നും അള്ളാഹു ഞങ്ങളെ തൊട്ട് സലാമത്താകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനത്തെ എല്ലാ നമ്മത്തിലെ അനാവശ്യ പ്രവർത്തനത്തിൽ ഞങ്ങൾ സലാമത്താകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് വേണ്ടി എന്തെല്ലാം സവലത്ത് വെച്ചിരാണ് ആ സവലത്ത് എല്ലാം ഞങ്ങൾക്ക് കിട്ടുമ്പോഴത്തെ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ മേൽ തൗഫീഖ് ചെയ്യട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒപ്പിച്ചു കൂട്ടട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ കൊണ്ടുപോകുന്നത് റയ്യാൻ ചൊല്ലിലെ ബായിൽ നോമ്പുകാർ മാത്രമേ കൊണ്ടുപോയി അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും എത്തുപാടട്ടെ. ഈ റമദാനിൽ പൂർണ്ണമായ നോമ്പ് പിടിക്കും എല്ലാ നാളും നോമ്പ് പിടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടതായോ ആ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടും ഞങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെ അവസാനത്തെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഈ ദുനിയാവിൽ ഇവിടെ പറയൂ തൗഫീഖ് ചെയ്യട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم حبب الينا الايمان وزينه في قلوبنا وكره الينا الكفر والفسوق والعصيان واجعلنا من الراشدين والحمد لله رب العالمين وصلى الله على نبينا محمد وعلى اله وصحبه اجمعين. السلام عليكم ورحمه الله وبركاته. السلام عليكم ورحمه الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم
الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഇർസത്തെ സഹോദരന്മാരെ, ನಾನು ನಿಮಗೆ ಮುನ್ನೂರು ಪಾಲ್ಕ ಬರೆಯೋಕೆ ಉದ್ದೇಶಿಸಿದ ವಿಷಯ ಆತ್ಮ ಸಂಸ್ಕರಣೆ ಚೊಲ್ಲ ವಿಷಯத்தை ನಾನು ನಿങ്ങളೊಂದಿಗೆ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായി മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഈ ദുനിയാവിന്റെ മേലെ അവന്റെ നിയമനിർദ്ദേശത്തെ പാലനാക്കി ആ രൂപത്തിൽ ജീവിച്ചിട്ട് മരിച്ചു പോകേണ്ട പോലത്തെ സൗഭാഗ്യശാലിയായ ആറുമാരെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെട്ടിട്ട് സഹോദരന്മാർ, ആത്മ സംസ്കരണം ഞങ്ങളെ ഞങ്ങൾ തസ്കിയത്താക്കി, ഞങ്ങളെ ഞങ്ങൾ വിചാരണയാക്കി ഒരു മഹത്തരമായ ഒരു വിഷയത്തിക്ക് ഒരു മനുഷ്യക്ക് തീർന്നപ്പ അവന്റെ ശരീരത്തിൽ റൂഹ് ഉണ്ടാകുന്നതിലേക്ക് ഒരു മനുഷ്യക്ക് അറിയപ്പെട്ടു. എപ്പ ആ ശരീരത്തിൽ റൂഹ് ഇല്ലാത്തവർ അപ്പ ആ മനുഷ്യരെ മനുഷ്യത്തല്ല അറിയപ്പെട്ടു, പിന്നെ മയ്യത്ത് അറിയപ്പെട്ടു. എത്ര വലിയ വ്യക്തിയാവും.